بسم الله الرحمن الرحيم الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيده والصلاة والسلام على أفضل رسل الله وعلى آله وصحبه ومن تبعهم بإحسان وعلى جميع الملائكة والأنبياء ورسل الله. മുമ്പ് കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു സംശയം ഉണ്ടായിരുന്നു. ഒന്ന് വഹുവ അയൻ നിക്കാഹു ബിമാന തസവ്വുജ്, എന്തിനാണ് അങ്ങനെ പറഞ്ഞത്? അയൻ നിക്കാഹു ബിമാന തസവ്വുജ് എന്നെന്തിനാണ് പറഞ്ഞത്? അതാ ബാബ് തുടങ്ങിയപ്പോൾ തന്നെ അവിടെ പറഞ്ഞല്ലോ, നിക്കാഹ് ഏതിലാണ് അത് ഹഖീഖത്ത്, നിക്കാഹിന് എത്ര മാനകളുണ്ട് എന്ന ഇഖ്തിലാഫുകളെ സംബന്ധിച്ച് തുഹ്ഫ ആദ്യമേ പറയും. അപ്പോൾ സംഗതി വഹുവ മുസ്തഹബുൻ എന്ന് പറയുമ്പോൾ നിക്കാഹ് എന്ന് പറയുന്നത് വത്ഉ എന്ന മാനാക്കാണ് എന്നാരെങ്കിലും ധരിച്ചു പോയാലോ, അതിന് ഹഖീഖത്തായാലും വേണ്ടില്ല, മജാസായാലും വേണ്ടില്ല, അങ്ങനെ ആരെങ്കിലും ഊഹിച്ചെങ്കിലും അങ്ങനെയുള്ള ഒരു ഊഹം വന്നു പോകലിനെ ഒഴിവാക്കാനാണ് ബിമാന തസവ്വുജി, വിവാഹം കഴിക്കുക എന്ന മാനാക്കുള്ള നിക്കാഹ് എന്ന് അവിടെ പ്രത്യേകിച്ച് പറഞ്ഞു. വേറൊരു സംശയം, ഇബാദത്ത്. വിവാഹം കഴിക്കാൻ കഴിവില്ലാത്ത ആളുകൾ, സാമ്പത്തികമായ സൗകര്യങ്ങളില്ലാത്ത ആൾക്കാർ, ഫൈലം യഹ്തജ് കുരിഹ ഇൻ ഫഖദൽ ഉഹ്ബത്ത്, അവന് വിവാഹം കൊള്ള ആവശ്യമില്ല, എന്നാൽ ഓന് കറാഹത്താണ്. എപ്പോഴും ആ വിവാഹം കഴിക്കാനുള്ള സാമ്പത്തിക സൗകര്യങ്ങളൊന്നും ഇല്ലാത്ത ആളാണെങ്കിൽ അവനത് കറാഹത്താണ്. വൈല്ല, അവന് വിവാഹം ആവശ്യമില്ല, പക്ഷേ വിവാഹം കഴിക്കാനുള്ള സാമ്പത്തികമൊക്കെ ഉണ്ട്, എന്നാൽ ഫല ഓന് കറാഹത്തൊന്നുമില്ല, അപ്പോൾ അത് പുണ്യം തന്നെയാണ്. കാരണം ഈ ജിമാഴ് എന്ന ഒരു ആവശ്യത്തിൽ പരിമിതമല്ല നിക്കാഹിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ. അന്നിടക്ക് ലാക്കിനിൽ ഇബാദത്തു അഫ്ളലു, ഇബാദത്ത് ആണ് അഫ്ളൽ. ലാക്കിനിൽ ഇബാദത്തു എന്നിടത്ത് ഐ തഖല്ലി ലഹാനിൽ മുതഅബ്ബിദി, ആ ഇബാദത്തിന് വേണ്ടി വിവാഹം കഴിക്കലിനെ തൊട്ട് ഒഴിവായി നിൽക്കലും. വിവാഹം കഴിക്കലും ഒരു ആരാധനയാണെന്ന് പറയാം, അതിലും ആരാധന പറയാതെ ഭാഗവുമുണ്ടല്ലോ. എന്നാൽ ആ വിവാഹം കഴിക്കുക എന്ന കാര്യത്തിൽ നിന്ന് ഒഴിവായി മറ്റുള്ള ആരാധനയ്ക്ക് വേണ്ടി ഒഴിവായി നിൽക്കല്, അതാണ് അഫ്ളൽ. എന്നിട്ട് പറയുക ഖദ്ദർതു മാ ദുക്കിറ, ഞാൻ മേൽ പറഞ്ഞ അത്തഹല്ലി ലഹ എന്ന ഒരു ഭാഗം അവിടെ ലാക്കിനിൽ ഇബാദത്തു എന്നിട്ട് ലാക്കിനിൽ തഹല്ലി ലിൽ ഇബാദത്ത് എന്ന അർത്ഥമാണ് ഞാൻ കൊടുത്തത്. അതെന്തിനാണ്? കാരണം അതല്ലേ ഇവിടെ ഖിലാഫുള്ളത്. ഖിലാഫ് ആരുമായിട്ടാണ്? ഈ ഹനഫിയത്തുമായിട്ടാണ് ഖിലാഫ് പറഞ്ഞത്. ഹനഫിയത്ത് എന്ന് പറഞ്ഞു
അവർ പറയുന്നത് വിവാഹം കഴിക്കലാണ് അഫ്ളൽ എന്നാണ് അവർ പറയുന്നത്. ഇബാദത്തിലെ ദാത്തും വിവാഹവും വെച്ച് നോക്കിയാൽ അവിടെ ഖിലാഫ് ഉണ്ടാവില്ല. ഇബാദത്ത് എന്ന് പറയുന്നതിൽ മാരിഫത്തുല്ലാഹി, ഈമാന്, നിസ്കാരം, അങ്ങനെ ഇസ്ലാമിൻ്റെ പ്രധാനപ്പെട്ട ഘടകങ്ങളൊക്കെ വരുന്ന ഒന്നാണ് ഇബാദത്ത്. ആ ഇബാദത്ത് അഫ്ളലാണ് വിവാഹത്തിനേക്കാൾ എന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല. അപ്പോൾ ഈ തർക്കം ഉണ്ടായത് എന്തുകൊണ്ടാണ്? ഇയാൾ ഇബാദത്തുമായി മാത്രം കഴിച്ചുകൂടലാണോ, അതല്ല കുറച്ച് സമയം ഭാര്യയുമായി ബന്ധപ്പെടാൻ വേണ്ടി വിവാഹം കഴിച്ചുകൊണ്ട് അങ്ങനെ കഴിയലാണോ, ബാക്കി ഇബാദത്ത് എടുക്കലാണോ, ഏതാ അഫ്ളൽ? അവിടെയാണ് തർക്കം. ആ തർക്കം ഇന്നതാണെന്ന് വ്യക്തമാക്കാനാണ് ഞാൻ അങ്ങനെ സങ്കല്പിച്ചത്. തർക്കം അവിടെയാണ് എന്ന കാര്യമാണ് സുബ്കി ബാബും മറ്റുമൊക്കെ പറഞ്ഞതും അതാണ്. ഇബാദത്തിന്റെ ദാത്ത് അഫ്ളലാണ് നിക്കാഹിനേക്കാൾ എന്ന കാര്യത്തിൽ സംശയമൊന്നും ഇല്ല. അതാണ് ആ പറഞ്ഞിരിക്കുന്ന വാക്ക്. ഫസ്ലുൻ ഫിൽ ഖിത്ബ. ഖിത്ബത്തിനെ സംബന്ധിച്ച് പറയുന്ന ഫസ്ൽ ബികസ്റിൽ ഖായി, ഖാവിന് കെസർ കൊണ്ട് ലബത്താക്കപ്പെട്ട സ്ഥിതി ഖി എന്നാണ് വായിക്കേണ്ടത്. ഖിത്ബ വഹി, അത് ഇൽത്തിമാസുൽ നിക്കാഹ്. ഖിത്ബ എന്ന് പറഞ്ഞാൽ ഇൽത്തിമാസുൽ നിക്കാഹി, നിക്കാഹിനെ ആവശ്യപ്പെടുക, നിക്കാഹ് തേടുക. വിവാഹം കഴിക്കുന്ന വരൻ കഴിക്കാൻ ഉദ്ദേശിക്കുന്ന പെണ്ണിന്റെ ഭാഗത്തിൽ നിന്ന് വിവാഹം ആവശ്യപ്പെടുന്നതിന്റെ പേരാണ് ഖിത്ബ. തഹില്ലു ഖിത്ബത്തു ഖദീജത്തി. ഖദീജത്തിന് ഒഴിവായിരിക്കുന്ന സ്ത്രീയെ വിവാഹം ആലോചിക്കൽ ഹലാൽ. എന്തിനെ തൊട്ട് ഒഴിവായി? അൻ നിക്കാഹിൽ വഴിദ്ദത്ത്, നിക്കാഹിനെ തൊട്ട് ഒഴിവായപ്പോൾ. ഇദ്ദയെ തൊട്ടും ഒഴിവായപ്പോൾ. അപ്പോൾ നിക്കാഹിലുമല്ല ഇദ്ദയിലുമല്ല. അങ്ങനെയുള്ളൊരു പെണ്ണിനെ വിവാഹം ആലോചന ചെയ്യൽ അനുവദനീയമാണ്. തസ്രീഹൻ വ തഅരീൻ, വ്യക്തമാക്കിയിട്ടും അന്വേഷിക്കാം, ആവശ്യപ്പെടാം, സൂചിപ്പിച്ചിട്ടും പറ്റും. എന്നാൽ വ തഹറുമു ഖിത്ബത്തുൽ മൻകൂഹത്തി, വിവാഹിതയായ പെണ്ണ്, മറ്റൊരാളുടെ നിക്കാഹിലുള്ള പെണ്ണ്, ആ പെണ്ണിനെ വിവാഹാലോചന നടത്തൽ ഹറാമാണ്. കദാലിക, അപ്രകാരമാണ്. അതായത് തസ്രീഹൻ വ തഅരീൻ, വ്യക്തമാക്കിയിട്ടും പാടില്ല, സൂചിപ്പിച്ചും പാടില്ല. മറ്റൊരാളുടെ ഭാര്യ നിൽക്കുന്ന പെണ്ണാണ്, ആ പെണ്ണിനെ വ്യക്തമാക്കിയിട്ട് വിവാഹം ആലോചിക്കാൻ പാടില്ല, സൂചിപ്പിച്ചുകൊണ്ടും വ്യംഗ്യമാക്കി വ്യക്തമാക്കാതെ വിവാഹത്തിന്റെ മേൽ വിവാഹം ഞാൻ കഴിക്കുമെന്ന് അറിയിക്കുന്ന പദപ്രയോഗങ്ങൾ പോലും നടത്താൻ പാടില്ല. അപ്പോ തഅരീദിന്റെ കുറെ സീകളുണ്ട്. നിന്നൊക്കെ ഇപ്പൊ ആര് കല്യാണം കഴിക്കാതിരിക്കും, നീ എത്ര സുന്ദരിയാണ് പോലെയുള്ള പല പദങ്ങളും ഇതിലേക്ക് സൂചിപ്പിച്ചുകൊണ്ട് പറയാൻ പറ്റിയ പദങ്ങളാണ്. ആ നിലക്കുള്ള പരാമർശങ്ങൾ പോലും വിവാഹിതയായ ഒരു സ്ത്രീയോട് നേരിട്ടും അവർ അറിയുന്ന രൂപത്തിലും പറയാൻ പാടില്ല, ഹറാം. ഇജ്മാഅൻ ഫീഹിമ, ഈ രണ്ട് വിഷയത്തിലും ഇജ്മാഇന് വേണ്ടി. രണ്ട് വിഷയം അങ്ങനെ തന്നെ. ഹലാലാണ് എന്ന വിഷയത്തിൽ ഇജ്മാഉണ്ട്. നിക്കാഹിനും വിദ്യയിലും അല്ലാത്ത പെണ്ണിനെ വിവാഹം ആലോചിക്കൽ ഹലാലാണ് എന്ന് ഇജ്മാഉണ്ട്. എന്നാൽ മൻകുഹത്തിനെ വിവാഹം ആലോചിക്കൽ ഹറാമാണ് എന്ന വിഷയത്തിലും ഇജ്മാഉ ഉണ്ട്. വസയുലമു, ശേഷം അറിയപ്പെടും, മിൻ കലാമിഹി, മുസന്നിഫ് റഹ്മത്തുള്ളാഹിന്റെ കലാമിൽ നിന്ന് അറിയപ്പെടും,
അന്നഹു യുസ്തറത്ത് ഖുലൂഹ അയ്ദൻ, ആ പെണ്ണ് ഒഴിവാകൽ ഷർത്താക്കപ്പെടും, ഒഴിവാകൽ ഷർത്താക്കപ്പെടും. അയ്ദൻ വീണ്ടും മിൻ ബഖയ്യത്തി മവാനി നിക്കാഹ്, നിക്കാഹിൻ്റെ ബാക്കിയുള്ള തടസ്സങ്ങളെ തൊട്ടും ഒഴിവാകൽ ഷർത്ത. അപ്പോൾ നിക്കാഹിനെ തൊട്ടും വിദ്യയെ തൊട്ടും മാത്രം ഒഴിവായാൽ പോരാ, ഇവർ തമ്മിൽ വിവാഹം നടക്കലിനെ തൊട്ട് മറ്റു വല്ല മുടക്കവും ഉണ്ടെങ്കിൽ അതിൽ നിന്നും ഒഴിവാകൽ ഷർത്താണ്. അത് ശേഷം പറയുന്നതിൽ നിന്ന് പറയപ്പെട്ടു, യരിദു അലാ മഫ്ഹൂമി, ഇതിന്റെ മഫ്ഹൂമിന്റെ മേൽ വരും അൽ മുഅ്തദ്ദത്തു അൽ വത്തി ശുബ്ഹത്തി, ശുബ്ഹത്തിന്റെ വത്തുവിനെ തൊട്ട് ഇട്ടയിരിക്കുന്നത് ലില്ലി ഖിത്ബത്തിഹ, അവളെ വിവാഹം ആലോചിക്കൽ ഹലാലാണ് ആകുന്നതിന് വേണ്ടി. അവളെ വിവാഹം ആലോചിക്കൽ ഹലാൽ. മാ അദമി ഖുലൂവിഹ, അവൾ ഒഴിവാവാതിരിക്കലോടുകൂടെ മിനൽ ഇദ്ദത്തിൽ മാനിയത്തിൽ നിക്കാഹ്, നിക്കാഹിന് തടസ്സമാകുന്ന ഇദ്ദയെ തൊട്ട് അവൾ ഒഴിവല്ല, അവൾ ഇദ്ദയിലാണ്. ഇവിടെ പറഞ്ഞപ്പോൾ എന്താ, ഇദ്ദയെ തൊട്ട് ഒഴിവാകൽ ഷർത്താണ്, ഹലാല എന്നാലേ ഹലാലാവൂ എന്നാണ് ഇവിടെ മൊത്തത്തിൽ പറഞ്ഞത്. അപ്പം അതിൻ്റെ മഫ്ഹൂം എന്താണ്, ഇദ്ദയെ തൊട്ട് ഒഴിവാകാത്ത പെണ്ണ്, ഇദ്ദയിലുള്ള പെണ്ണിനെ വിവാഹം ആലോചിക്കൽ ഹലാല് അല്ല എന്നാണ്. അപ്പൊ ശുബ്ഹത്തിന്റെ ഇദ്ദയിരിക്കുന്ന പെണ്ണിനെ വിവാഹം ആലോചിക്കൽ ഹലാലാണല്ലോ എന്ന് മസല അങ്ങനല്ലേ. അപ്പോ അതിവിടെ മത്തിലിന്റെ മഫ്ഹൂമിനെതിരായിട്ട് ഇത്രാദായിട്ട് വരും. ലിഅന്നദൽ ഇദ്ദത്തി ലൈസ ലഹു ഹഖ്ഖുൻ ഫീ നിക്കാഹിഹ, ഈ സാഹിബുൽ ഹിദ്ദത്ത് ലിഅന്നദൽ ദാ സാഹിബ്, ഈ ഇദ്ദ ഉടയ ആൾ, ആർക്ക് വേണ്ടിയാണോ ഇദ്ദ ഇരിക്കുന്ന അയാൾ ശുബ്ഹത്തിന്റെ വാത്തിയാണ്. ലൈസ ലഹു, അയാൾക്കില്ല ഹഖ്ഖുൻ ഫീ നിക്കാഹിഹ, അവളുടെ നിക്കാഹിൽ അവകാശമൊന്നുമില്ല. കാരണം അയാളുടെ നിക്കാഹിൽ അല്ല അവൾ ഉള്ളത്. അന്നൾക്ക് ആ ഇദ്ദക്കാരന് ഇവളുടെ നിക്കാഹിന്റെ കാര്യത്തിൽ പ്രത്യേകിച്ച് അവകാശമൊന്നും ഇപ്പോൾ സ്ഥിരപ്പെട്ടിട്ടില്ല. അതേസമയത്ത് ഇദ്ദക്കാരന് ഇവളെ വേണമെങ്കിൽ കല്യാണം കഴിക്കാൻ പറ്റും, അത് മറ്റു വിഷയം. വാല മന്ദൂഖഹി, ഇതിന്റെ മന്ദൂക്കിന്റെ മേൽ വരും, മത്തിനിന്റെ മന്ദൂക്കിന്റെ മേൽ വരും. അൽ മുത്തല്ലഖത്തു സലാസൻ, 3 തലാഖ് തല്ലപ്പെട്ട പെണ്ണ്, 3 തലാഖ് തല്ലപ്പെട്ട പെണ്ണ്, ആ 3 തലാഖ് തല്ലിക്കഴിഞ്ഞ് ഇദ്ദയും കഴിഞ്ഞ് നിക്കാഹിനെ തൊട്ടും ഇദ്ദയെ തൊട്ടും ഒഴിവായ പെണ്ണിനെ വിവാഹം ആലോചിക്കൽ ഹലാലാണ് എന്നാണ് മത്തിൽ പറഞ്ഞത്. അപ്പോൾ 3 തലാഖ് ചൊല്ലി, അപ്പോൾ 3 തലാഖ് ചൊല്ലിയ പെണ്ണ് നിക്കാഹിലല്ല, ഇദ്ദയും കഴിഞ്ഞാൽ ആ പെണ്ണ് ഇദ്ദയിലുമല്ല. അപ്പം അന്നേരക്ക് 3 തലാഖ് ചൊല്ലിയതായ ഭർത്താവ്, ആ ഭർത്താവിന് ഈ പെണ്ണിനെ വിവാഹം ആലോചിക്കൽ ഹലാലാണ് എന്ന് വരില്ലേ? ഇതാണ് ചോദ്യം. ഫലാ തഹില്ലു ലിമുത്തല്ലിഖിഹ, കാരണം അവളെ തലാഖ് ചൊല്ലിയ ഭർത്താവിന് ഹലാലല്ലല്ലോ. ഖിത്ബത്തുഹ, ഇവളെ വിവാഹം ആലോചിക്കൽ, ഹത്താ തൻകിഹ സൗജൻ ഗൈറഹു, ഇയാളല്ലാത്ത മറ്റൊരു ഭർത്താവിന് അവൾ വിവാഹിത ആകുന്നത് വരെ.
മിൻഹു അങ്ങനെ അയാൾ ബന്ധം വേർപ്പെടുത്തിയിട്ട് അയാളിൽ നിന്ന് അവൾ ഇദ്ദ തീർക്കുന്നവരെയും അന്വേഷിക്കാൻ പാടില്ലല്ലോ. ഇതാണ് രണ്ട് ചോദ്യങ്ങൾ ഇവിടെ. എന്താ യറുദ്ദുൽ അവ്വൽ അല്ലെങ്കിൽ യുറദ്ദുൽ അവ്വൽ, ഒന്നാമത്തെ ചോദ്യത്തെ റദ്ദ് ചെയ്യുന്നു. ബിഅന്നൽ ജായിസ ഇന്നമാ ഹുവ തഹരീം. ഒന്നാമത്തെ ചോദ്യം ശുബ്ഹത്തിന്റെ വത്ത് കാരണമായി ഇരിക്കുന്ന പെണ്ണ്, ആ പെണ്ണിനെ വിവാഹം ആലോചിക്കാനോ അതിന് പറയാണ് ബിഅന്നൽ ജായിസ ജായിസ് ഇന്നമാഹുവാദ താരീമു, അത് സൂചിപ്പിക്കൽ മാത്രമേ ആണ് ജായിസ്. ഖിലാഫൻ ലിമൻ സഅമ ജവാസ തസ്ലീഹി ലഹ, അവളോട് വ്യക്തമാക്കി തന്നെ വിവാഹാലോചന നടത്തൽ ജായിസാണ് എന്ന് സഅമ് ചെയ്തവർക്ക് എതിരായിട്ട് ഞാൻ പറയും. വഹുവ, ഈ തഹരീം ജായിസാണ് എന്നത് മഫ്ഹൂമുൻ മിൻ ഖൗലിഹി, അത് മുസന്നിഫിന്റെ ഖൗലിൽ നിന്ന് അറിയപ്പെടുക. അല്ലാത്തി ശേഷം വരുന്നു ലാ തസ്രീഹ ലിമുഅ്തദത്തിൻ എന്ന് ശേഷം പറയാൻ പോകും. ഇരിക്കുന്ന പെണ്ണോട് വ്യക്തമാക്കിയിട്ട് അഭ്യർത്ഥന പാടില്ല എന്ന് ശേഷം പറയുന്നതിൽ നിന്ന് അത് ഒഴിവായി. ഫസാവത്ത് ഗൈറഹ, അപ്പോൾ ഇവൾ ഈ ശുബ്ഹത്തിന്റെ വത്ത് കൊണ്ട് എഴുതിയിരിക്കുന്നവൾ സമമായി ഗൈറഹ, അവളല്ലാത്ത മറ്റു പെണ്ണുങ്ങളോട് സമമായി. അപ്പോ ഇവിടെ രണ്ട് വിഷയങ്ങൾ പറയാൻ പറ്റിയ സ്ഥലം. ശുബ്ഹത്തിന്റെ എഴുതിയിരിക്കുന്ന പെണ്ണിനെ ശുബ്ഹത്തിന്റെ വത്ത് ആണ്, വേറെ ഇതൊന്നും ആ പെണ്ണില്ലതാണ്, മറ്റു നിക്കാഹിലുമല്ല. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഈ ശുബ്ഹത്തിന്റെ വാത്ത് അയാൾക്ക് തന്നെ ഇവിടെ വിവാഹം ആലോചിക്കാവുന്ന, ആ വിഷയത്തെ പറ്റി ഇപ്പോൾ പറഞ്ഞില്ല. ആമാനക്ക് അങ്ങനെ അന്വേഷിക്കാൻ പറ്റുമോ എന്നതിനെ പറ്റിയാണ് ഇപ്പൊ ചർച്ച ചെയ്യുന്നത്. വസാനി, രണ്ടാമത്തെ ചോദ്യം റദ്ദ് ചെയ്യപ്പെടും. രണ്ടാമത്തെ ചോദ്യം എന്താ? 3 തലാഖ് ചൊല്ലപ്പെട്ട പെണ്ണും വേറെ ഭർത്താവ് വിവാഹം കഴിച്ചിട്ടില്ല, ഇത് കഴിഞ്ഞിരിക്കുകയാണ്. ഈ 3 തലാഖ് ചൊല്ലിയ ഭർത്താവിന് അവളെ വിവാഹം കഴിക്കാൻ പറ്റൂലല്ലോ, അന്വേഷിക്കാനും പറ്റൂലല്ലോ. എന്നാൽ മറ്റൊരു വ്യക്തമായി പറഞ്ഞത് നിക്കാഹിലും വിദ്യയിലും അല്ലാത്ത പെണ്ണിനെ വിവാഹം ആലോചിക്കാം എന്നല്ലേ പറഞ്ഞത്? ഇതാ ചോദ്യം. അതിന് മറുപടി പറയുന്നത് തള്ളപ്പെടും അന്നഹു ലാ യതവഹമുൽ വുറൂദു ഫീ, ആ വിഷയത്തിൽ അങ്ങനെ ഒരു ഇത്രാദ് വാരിതാകൽ ഊഹിക്കപ്പെടുക പോലും ഇല്ല. ലാബാദ ഇദ്ദത്തിൽ അവലി, ഒന്നാമത്തെ അവന്റെ ഇദ്ദക്ക് ശേഷം, വഖബല നിക്കാഹിഹ, അവൾ മറ്റു ഭർത്താവിന് വിവാഹിതയാകുന്നതിന്റെ മുമ്പ്. വഹാദിഹി, ഇവൾ കാമബിഹ, അവളെ കൊണ്ട് നിന്നിരിക്കുന്നു മാന്യം, ഒരു വിവാഹത്തെ തൊട്ട് തടസ്സം ഉണ്ടാക്കുന്ന ഒരു കാര്യം നിന്ന പെണ്ണാണ്. അപ്പോൾ ഫഹിയ, അവൾക്ക് ഖലിയത്ത്, അവള് ഖലിയത്തായ പെണ്ണെ പോലെയാണ്. നിക്കാഹും ഇദ്ദയും അല്ലാത്ത, നിക്കാഹിലും ഇദ്ദയിലും അല്ലാത്ത പെണ്ണെ പോലെയാണ്. എങ്ങനത്തെ ഖലിയത്ത്? മഹറമില്ലഹു, ഇവന് മഹറമായ. ഫകമാലാ തരിദു ഹാദിഹി,
ഈ മഹറമായ ഖലീയത്ത് ഇവിടെ ഈത്തറാദായി വരാത്തത് പോലെ. എന്താ വരാത്ത കാരണം? അന്നൽ മുറാദ അൽ ഖലീയത്ത് ബിൻ ജമീൽ മവാനി, ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? എല്ലാ മാനിയെ തൊട്ടും ഒഴിവായവൾ എന്നാണ് ഉദ്ദേശം. എല്ലാ മാനിയെ തൊട്ടും ഒഴിവായവൾ എന്നാണല്ലോ അതിന് ഉദ്ദേശം. കമാ തക്കറ, അങ്ങനെ സ്ഥിരപ്പെട്ടതുപോലെ, അങ്ങനെ സ്ഥിരപ്പെട്ടതിന് വേണ്ടി. അപ്പൊ പിന്നെ എല്ലാം ഖലീയത്ത് എന്ന് പറഞ്ഞാൽ നിക്കാഹിന് വരുന്ന തടസ്സങ്ങളെ തൊട്ട് ഒഴിവായ പെണ്ണ് എന്നാണ്. എന്നിട്ടോ അതിന് പ്രത്യേകിച്ച് പറഞ്ഞു അൻ നിക്കാഹിന് വഴിത്തെത്തി. അതിന് വരാം വൈന്നമാ ഹുസ, ഈ നിക്കാഹും എഴുതയും പ്രത്യേകിച്ച് ഹാസാക്കപ്പെട്ടു. അന്നൽ കലാമ ഫീഹിമ, കാരണം ഇപ്പോൾ നമ്മൾ സംസാരം നടക്കുന്നത് ആ രണ്ട് വിഷയത്തെ പറ്റിയാണ്. അപ്പൊ അങ്ങനെ വരാത്തത് പോലെ ലാ തെളിവ് ആ 3 തലാഖ് ചെല്ലപ്പെട്ട പെണ്ണും ഇവിടെ ഇത്തിറാദായിട്ട് വരില്ല. ലിദാലിക, ആ കാരണത്തിന് വേണ്ടി. കാരണം എല്ലാ മാനിയെ തൊട്ടും ഒഴിവാവുക എന്നാണ് പ്രശ്നം. ഇവിടുത്തെ ചർച്ച നടക്കുന്നത് ഇപ്പം എന്താണ്? ഇവിടെ കലാമ് ഈ 2 വിഷയത്തിലായതുകൊണ്ടാണ്. ഒബിഹാദ എന്തഫു, ഇതുകൊണ്ട് ഈ രണ്ടാമത്തെ ചോദ്യത്തെ റദ്ദ് ചെയ്യപ്പെട്ട അതുകൊണ്ട് എന്തഫു അല്ല, വീണ്ടും മുന്തഫിയായി പോകും. കൗലു ബാഹി, അവര് ചിലരുടെ വാക്ക്. എരുതു അലിഹി, ഇതിന്റെ മേൽ ഏത്തരാതായി വരും. ഈ മത്തിന്റെ മന്ദൂക്കിന്റെ മേല് ഏത്തരാതായിട്ട് വരും. ഈഹാമുഹു, അത് തോന്നിപ്പിക്കും. ഹില്ല ഹിത്തുബത്തിൽ അമത്തി, അമത്തിന് വിവാഹം ആലോചിക്കൽ ഹലാലാകല്ലേ. അൽ മുസ്തഫർഷത്തി, യജമാനൻ അവളെ സംയോഗം ചെയ്തുകൊണ്ടിരിക്കുന്ന, യജമാന്റെ സംയോഗത്തിന് ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന അടിമസ്ത്രീ, ആ അടിമസ്ത്രീയെ വിവാഹം ആലോചിക്കൽ ഹലാലാണ് എന്ന്. കാരണം എന്താ? നിക്കാഹിലുമല്ല അവൾ, ഇദ്ദയിലുമല്ലല്ലോ. അപ്പൊ അന്നൽക്ക് അവളെ, അപ്പൊ അതും എന്തായി മുന്തഫി. എന്താ കാരണം? ഇവിടെ ഉദ്ദേശിക്കുന്നത് എല്ലാ മാനിയിൽ നിന്നും ഒഴിവാവുക എന്നാണ്. വൈലം യൂരുദു സയ്യിദു അൻഹ, സയ്യിദ് അവളെ തൊട്ട് തിരിഞ്ഞു കളഞ്ഞിട്ടില്ല എന്നാലും, യഥാർത്ഥത്തിൽ സയ്യിദ് അവളെ തൊട്ട് തിരിഞ്ഞു കളഞ്ഞിട്ടില്ല എന്നല്ല. അപ്പൊ വാവ് ഹാലിനുള്ള വാവ. എന്താ? വഫിഹി നദർ, അതിൽ നദറുണ്ട്. അങ്ങനെ യജമാനൻ ഇസ്തിഫ്രാഷ് ചെയ്യുന്ന അടിമ സ്ത്രീയെ വിവാഹം ആലോചിക്കൽ ഹലാലാണ് എന്ന് പറഞ്ഞതിൽ നദറുണ്ട്. അത് വളരെ ചിന്തിക്കേണ്ടതുണ്ട്. കാരണം ലിമാ ഫീഹി, അതിൽ ഉള്ള ഒന്നിനു വേണ്ടി, മിൻ ഇദാഇഹി, ആ യജമാനെ ഇടങ്ങാറാക്കല്ല. ഇത് കാരണം ഹിയ, അവൾ ഫീ മാന സൗജത്തി, അവൾ സൗജത്തിന്റെ മാനയിൽ ആണല്ലോ. മറ്റൊരാളുടെ ഭാര്യയായി നിൽക്കുന്ന ആളെ വിവാഹം ആലോചിക്കാൻ പാടില്ലാത്തത് പോലെ യജമാനൻ സംയോഗം ചെയ്യാൻ നിർത്തിയിരിക്കുന്ന അടിമ സ്ത്രീയെ വിവാഹം ആലോചിക്കാൻ പാടില്ല എന്ന് തന്നെയാണല്ലോ നിയമം. വല്ലതി വരെ അഭിപ്രായം. യത്തജിഹു, അതാണ് ന്യായമായത്. ഹിർമത്തുഹു മുത്തലക്ക, ആ യജമാനൻ സംയോഗത്തിന് വേണ്ടി വെച്ചിരിക്കുന്ന അടിമ സ്ത്രീയെ വിവാഹം ആലോചിക്കുക എന്നത് ഹറാമാണ്. മുത്തലക്ക, ഏത് വിധത്തിൽ, അതായത് വ്യക്തമാക്കിയിട്ടായാലും വേണ്ടില്ല, വ്യംഗ്യമായ നിരക്കായാലും വേണ്ടില്ല. വ്യക്തമാക്കിയിട്ടും വ്യംഗ്യമായ നിരക്കും ഏത് രൂപത്തിലായാലും വേണ്ടില്ല. ഏത് രൂപത്തിലും അത് പാടില്ല. മാലം തക്കും കരീനത്തും വാഹിറത്തും, വ്യക്തമായ അടയാളം നിലനിൽക്കാത്തപ്പോൾ, അലാ ഏറാദി സയ്യിദ് അൻഹ, സയ്യിദ് അവളെ തൊട്ട് തിരിഞ്ഞു കളഞ്ഞു എന്നതിൻ്റെ മേൽ അറിയിക്കുന്ന വ്യക്തമായ അടയാളം നിൽക്കാത്തപ്പോൾ അത് ഹറാമാണ്. അതേപോലെ മഹബത്തിഹി, ആ സയ്യിദ്
ഇഷ്ടപ്പെടുന്നു എന്നതിൻ്റെ പേരിലും അലാ ഏറാദ് എന്നൊരു ഏറാദിനെ കത്തിപ്പായി ഇനി തസ്വീജിഹ അവളെ വിവാഹം കഴിച്ചു കൊടുക്കൽ. അപ്പം അവളെ മറ്റാർക്കെങ്കിലും വിവാഹം കഴിച്ചു കൊടുക്കാൻ താല്പര്യമാണ് എന്നതിൻ്റെ പേരിലും എനിക്കിനി അവളെ ആവശ്യമില്ല എന്നതിൻ്റെ പേരിലും അറിയിക്കുന്ന അടയാളം ഇല്ലാത്തപ്പോൾ ഇവളെ വിവാഹം ആലോചിക്കാനേ പാടില്ല. വ്യക്തമായിട്ടെന്ന് മാത്രമല്ല വ്യംഗ്യമായിട്ടും പാടില്ല. ആ ചോദ്യവും ഇവിടുന്ന് ഒഴിഞ്ഞു. വജുഹു ദിഫാഇഹി, ആ ചോദ്യം ഒഴിഞ്ഞു പോകുന്നതിൻ്റെ വജുഹ് അന്നഹുന മാനിയ, ഇവിടെ ഒരു മാനിയുണ്ട്. ഹുവത് ഇഫ്സാദുഹ അലൈഹി, അത് ആ അടിമ സ്ത്രീയെ യജമാനന്റെ പേരിൽ ഫസാദാക്കലാണ്. ബൽ മുജറദു ഇൽമിഹി ബിംദാദി നദരി ഗൈരിഹി ലഹ മാ സുആലി ലഹു ഫി ദാലിക ഈദാഉ ലഹു അയ്യു ഈദാ എന്ന് മാത്രമല്ല, ഈ യജമാനൻ അറിയൽ മാത്രം തന്നെ. എന്തുകൊണ്ടറിയാം? മറ്റുള്ള ഒരാൾ ഈ അടിമ സ്ത്രീയെ കൊള്ളെ നവറ് നീട്ടുന്നുണ്ട് എന്നതുകൊണ്ട്, ഈ അടിമ സ്ത്രീയിലേക്ക് മറ്റു തന്നെ നോട്ടം നീണ്ടുവരുന്നുണ്ട് എന്ന കാര്യം കൊണ്ട് അറിയൽ. മാസുആലിഹി അയാൾ ചോദിക്കലോട് കൂടെ ലഹു ആ യജമാനോട് ഫി ദാലിക ആ വിവാഹം കഴിച്ചു കൊടുക്കുന്നതിന് ചോദിക്കലോട് കൂടെ ഈദാ ഉല്ലഹു അതാ യജമാനെ എടങ്ങാറാക്കൽ തന്നെയാണ്. അയ്യു ഈദായിൻ, എത്ര ഭയങ്കരമായ എടങ്ങാറാക്കലാണത്. അയ്യു ഈദായി എന്നുള്ളത് തെക്കീതാണ്, സുഫത്താണ്. ഈദാ ഉല്ലഹുവിന് വൈൽ ഫുരുദൽ അംനു അലിഹമിൽ ഫസാദി, ഫസാദിനെ തൊട്ടുള്ള നിർഭയത്വം അവളുടെ മേലുണ്ടായ സങ്കല്പിക്കപ്പെട്ടാലും ശരി, വഖദുരിഫ തീർച്ചയായും അറിയപ്പെട്ടിട്ടുണ്ട്. അന്നന്തിഫാ സായിദുൽ മവാനി, ബാക്കിയുള്ള മാനികളൊക്കെയും ഇല്ലാതിരിക്കൽ മുറാദുൻ, അതുകൂടി ഇവിടെ മുറാദാണ്. അപ്പം അന്നലക്ക് അത് എല്ലാം കൊണ്ടും അറിയപ്പെട്ട കാര്യമായത് കൊണ്ടാണ് അത്തരത്തിലുള്ള വിഷയങ്ങളെ ഇവിടെ എടുത്തു പറയാത്തത്. ഇവിടെ ഇപ്പോൾ നമ്മൾ ചർച്ചക്കെന്ത് വിഷയം എടുക്കുന്നത്, അത് നിക്കാഹും ഇദ്ദയും മാത്രമാണ്. അതുകൊണ്ടാണ് അതിനെപ്പറ്റി മാത്രം എടുത്തു പറയാനുള്ള കാരണം. വഹാദ മിൻ ജുംലത്തിഹ, വഹാദ ഇപ്പറഞ്ഞത് ഈ യജമാനെ ഇങ്ങനെ ആഗ്രഹിച്ചുകൊണ്ട് ചോദിച്ചുകൊണ്ട് ശല്യപ്പെടുത്തുക എന്നുള്ളത് ആ മാനിയുടെ കൂട്ടത്തിൽപ്പെട്ടതാണ്. ഒബിഹാദ എത്തവ്യഹു, ഈ പറഞ്ഞത് കൊണ്ട് വ്യക്തമാകും, ഈ പറഞ്ഞത് കൊണ്ട് വ്യക്തമാകും. ഒരു മാനിയും ഉണ്ടാകാൻ പാടില്ല എന്നത് ഇവിടുത്തെ മുറാദാണ് എന്ന് പറഞ്ഞത് കൊണ്ട് വ്യക്തമാകും. അതിനാൽ വീണ്ടും അന്നഹു ലാ യരിദു അലൈഹി, ഈ മത്തിന്റെ മേലിൽ ഇത്രാദായി വരില്ല. ഖൗലുൽ മാവർദി റഹ്മഹുല്ലാഹിന്റെ ഖൗൽ യഹ്റമു അലാ ദി അർബൈൻ, 4 ഭാര്യമാര് നിലവിലുള്ളവന്റെ മേൽ ഹറാമാകും. ഇനി 4 എന്നുള്ള കൈതാക്കണ്ട, അടിമയാണെങ്കിൽ 2 ഭാര്യമാർ പറയുന്നു. അങ്ങനെ നിലവിലുള്ളവന്റെ മേൽ ഹറാമാകും. അൽ ഖിത്ബത്തു, 5-ാമത്തതിനെ വിവാഹമാലോചിക്കൽ ഹറാമാണല്ലോ, അത് ഈ മത്തിൽ നിന്ന് കിട്ടുന്നില്ലല്ലോ എന്നിഷ്കാരായി പറയണ്ട. അപ്പൊ എന്താ കാരണം? അതിവിടെ ഇത്തരാതായി വരുന്നില്ല. എന്തുകൊണ്ട്? അങ്ങനെ വിവാഹം ആലോചിക്കുന്ന തൊട്ട് മാനി ഉണ്ടായതിനു വേണ്ടി. അതിൻ്റെ ഖിയാസ് തഹരീമു നഹബി ഉഖ്തി സൗജത്തിഹി, അവൻ്റെ ഭാര്യൻ്റെ സഹോദരി പോലെയുള്ള സ്ത്രീകളും ഹറാമാക്കപ്പെടും എന്നാണല്ലോ. അപ്പൊ അതും ഇതിൽ വരുമല്ലോ എന്ന്. വഖിയാസുഹു തഹരീമു നഹബി ഉഖ്തി സൗജത്തിഹി എന്ന് പറഞ്ഞ വാക്കിങ്ങനെ തുഹ്ഫയിൽ നിന്ന് കണ്ടാൽ മാവർദി ഇമാമിൻ്റെ പരാമർശത്തിൻ്റെ ഭാഗം തന്നെയാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇന്ത
വലം യറ ദാലിക, അതിന് അഭിപ്രായപ്പെട്ടിട്ടില്ല. മാവർദി ഇമാമ് പറഞ്ഞതിനെ അഭിപ്രായപ്പെട്ടിട്ടില്ല അൽ മുൽഖീനി ഇമാം. ഫബഹസൽ ഹില്ല, 4 ഭാര്യമാരുള്ള ആൾക്ക് 5ാമത്തെ പെണ്ണിനെ വിവാഹം ആലോചിക്കൽ ഹലാലാണ് എന്ന് ബഹസ് ചെയ്തു. അതേപോലെ ഭാര്യന്റെ സഹോദരിയെ വിവാഹം ആലോചിക്കൽ ഹലാലാണ് എന്ന് ബഹസ് ചെയ്തു. മുൽഖീനിമ ഇദാകാന ഖസ്ദുഹു, അവന്റെ ഉദ്ദേശം ആയാൽ, അന്നഹ ഇദാ അജാബത്ത്, അവള് ആ 5ാമത്തെ പെണ്ണ് അവള് വിവാഹത്തിന് അനുകൂലമായി പ്രതികരിച്ചാൽ, അപാന വാഹിദത്തിൽ, അവന്റെ നിലവിലുള്ള ഭാര്യമാരിൽപ്പെട്ട 4ൽപ്പെട്ട ഏതെങ്കിലും ഒന്നിനെ ബായിനാക്കും. അപ്പോൾ ഒന്നിനെ ബായിനാക്കി കഴിഞ്ഞാൽ ഇപ്പൊ 5ാമത്തെ അന്വേഷിക്കുന്നത് ഈ മറ്റു നിലവിലുള്ള 4 ഭാര്യമാരിൽപ്പെട്ട ഒന്നിനെ ബായിനാക്കുമ്പോൾ, ബായിനായാൽ പിന്നെ അത് ഭാര്യയല്ല. അപ്പൊ അന്നിടക്ക് 5ാമത്തെ പെണ്ണിനെ ഓനെ കെട്ടാലോ. വക്കഥാ ഫി നഹബി ഉഖ്തി, അങ്ങനെ തന്നെയാണ് വിഷയം. അവൻ ഭാര്യയുടെ സഹോദരിയെ അവൻ അന്വേഷിക്കുന്നിടത്തും അവളെന്ത് ചെയ്തു, ഈ സഹോദരി അനുകൂലമായി പ്രതികരിക്കുകയാണെങ്കിൽ നിലവിലുള്ള ഇവളുടെ സഹോദരിയെ അങ്ങ് ഒഴിവാക്കിയിട്ട് ഇവളെ ഭാര്യയായി വിവാഹം കഴിക്കാം എന്നാണ് ഉദ്ദേശമെങ്കിൽ അപ്പോൾ പിന്നെ ഹറാമിന്റെ പ്രശ്നമില്ലല്ലോ. ഹുവ മുത്തജിഹുൻ, ഇത് ഹലാലാണ് എന്ന ഈ ബഹസ് അത് മുത്തജിഹാണ്. അപ്പോൾ ബഹസു ഹിർമത്തി ഖിത്ബത്തി സഗീറത്തിൻ സയ്യിബ് ഔ ബിക്രി, ഈ സയ്യിബായ ഒരു ചെറിയ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ വിവാഹം ആലോചിക്കൽ ഹറാമാണ്. അല്ലെങ്കിൽ ബിക്രിൻ, സയ്യിബല്ല ബിക്കറാണ്, പക്ഷേ സഗീറത്ത, അവളെ വിവാഹം കഴിക്കല് അന്വേഷിക്കൽ ഹറാമാണ് എന്ന ബാധ്യത. ലാ മുജിബിറ ലഹ, എങ്ങനെയുള്ള ബിക്കറാണ്? ലാ മുജിബിറ ലഹ, അവൾക്ക് എന്തില്ല, മുജിബിറില്ല. സയ്യിബിന് മുജിബിർ ഉണ്ടായിട്ടും കാര്യമില്ല, കാരണം അവൾക്ക് പിന്നെ ഇജബാർ നഷ്ടപ്പെട്ടത്. അതേ സ്ഥാനത്ത് ബിക്കറാകുമ്പോൾ മുജിബിർ ഇജബാർ ഉണ്ടാകും. അപ്പം മുജിബിറാ വരിജ് ഉണ്ടെങ്കിൽ ആ വരിജ് ഇനി വിവാഹം കഴിച്ചു കൊടുക്കാൻ പറ്റും. ഇത് മുജിബിറാ വരിജില്ല. ആ പറഞ്ഞ ബഹസാവുന്നത് ദഈഫ്, അത് ദഈഫ്. ഇല്ലാ ഇൻ അറാദ ഇഖാ അഖദിൻ ഫാസിദിൻ, ഇത് ഹറാമാകണമെങ്കിൽ എന്ത് വരണം? തെറ്റായ അഖദ് ചെയ്യലിനെ ഉദ്ദേശിച്ചാൽ മാത്രമേ ഹറാമാവൂ. അതായത് ഈ നമ്മുടെ മദ്ഹബിൽ സഹിഹല്ലാത്ത ഒരു അഖദ് നടത്താൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു അന്വേഷണം നടത്തിയത്. അപ്പോഴാണ് അത് ഹറാമാവുക. നേരെ മറിച്ച് അതെല്ലാം നീങ്ങിയ ശേഷം അനുവദനീയമായ രൂപത്തിൽ വിവാഹം നടത്താൻ വേണ്ടിയാണ് അന്വേഷിച്ചതെങ്കിലോ അപ്പോൾ അത് ഹറാമാണ് എന്ന് പറയാൻ കഴിയില്ല. വതഹില്ലു ഖിത്ബത്തിനാവി മജൂസിയത്തിൻ, മജൂസിയത്തിനെ പോലെ ഉള്ള പെണ്ണുങ്ങളെ വിവാഹം അന്വേഷിക്കൽ ഹലാലാണ്. നമ്മുടെ നാട്ടിലെ പെണ്ണുങ്ങളൊക്കെ ഉണ്ടല്ലോ, നമ്മുടെ കോമല്ലാതെ, അവരൊക്കെ വിവാഹം ആലോചിക്കൽ ഹലാലാണ്. എന്തിനാണത്? അസ്ലമത്ത്, അവളെ വിവാഹം കഴിക്കാൻ വേണ്ടി. അവൾ മുസ്ലിമാകുകയാണെങ്കിൽ, മുസ്ലിമായാൽ ഞാനില്ല സ്വീകരിച്ചോളാം. ആ നിലക്ക് മജൂസിയത്ത്, നമ്മുടെ നാട്ടിലുള്ള ഇന്ത്യയിലുള്ള ഈ കാഫിര്യങ്ങളായ പെണ്ണുങ്ങൾ, അവരെ വിവാഹം അന്വേഷിക്കാം. വഫഹമ ഖൗലു തഹില്ലു, മത്തിനിന്റെ കൗല് അറിയിച്ചു തഹില്ലു എന്ന വാക്ക്. അന്നഹാലാ തുന്തബ്, ആ വിവാഹാലോചന സുന്നത്തില്ല എന്ന് അറിയിച്ചത്. വഹുവ, ആ സുന്നത്തില്ലാതിരിക്കല് മാ നഖലാഹു അനിൽ അസ്ഹാബ്, ഷെയ്ഖാനി അസ്ഹാബിനെ തൊട്ട് റളിയല്ലാഹു തആല അൻഹും ഉദ്ധരിച്ച അഭിപ്രായമാണ്. എന്നാൽ വഖാല ഗസാലിയും തുസല്ലു, ഗസാലി ഇമാം പറഞ്ഞത് സുന്നത്ത് തന്നെയാണ്, വെറും കേവലം ജായിസ് അല്ലത്, സുന്നത്ത് തന്നെയാണ്.
വഹത്തജ ലഹു, വഹത്തജ എന്നാണ് കാണുന്നത്. വഹത്തജ എന്ന് പറയുമ്പോൾ ഷെയ്ഖാനിലേക്കാണ് മടങ്ങേണ്ടത്. ഷെയ്ഖാനി വസാലി ഇമാമിന്റെ ഈ വാദത്തിന് തെളിവ് പറഞ്ഞു എന്ന് പറയണം, അങ്ങനെ ഷെയ്ഖാനിന്റെ കൗലിൽ ഉണ്ടെങ്കിൽ. അല്ലെങ്കിൽ അവിടെ ഉണ്ടാകേണ്ടത് വഹത്തജ ലഹു. ആ പറഞ്ഞ അഭിപ്രായത്തിൽ സുന്നത്താണെന്നതിന് വസാലി ഇമാം തെളിവ് വിളിച്ചു. ബിഫീലിഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഫീല് കൊണ്ട്. വജറ അലൈഹിന്നാസു, അതിൻ്റെ മേൽ ജനങ്ങൾ ഇതുവരെ പോയിക്കൊണ്ടിരിക്കുന്നു, എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ തന്നെ ബഹസ ബാളുഹും, അവരിൽപ്പെട്ട ചിലർ ബഹസായി പറഞ്ഞിട്ടുണ്ട്, അന്നഹാക്കൻ നിക്കാഹി, ആ ഖിത്ബ നിക്കാഹ് പോലെയാണ്. അപ്പം നിക്കാഹ് സുന്നത്താകുമ്പോൾ ഖിത്ബയും സുന്നത്താകും. നിക്കാഹ് നിർബന്ധമാകുമ്പോൾ ഖിത്ബയും നിർബന്ധമാകും. നിക്കാഹ് കറാഹത്താകുമ്പോൾ ഖിത്ബയും കറാഹത്താകും. നിക്കാഹ് വെറും ഹലാലാകുമ്പോൾ ഈ ഖിത്ബയും ഹലാലാകും. നിക്കാഹ് ഹറാമാകുമ്പോൾ ആ ഖിത്ബയും ഹറാമാകും. അങ്ങനെ ചിലർ പറയുന്നത്. കാരണം അന്നലിൽ വസായിലി ഹുക്മുൽ മഖാസിദി, വസീലകൾക്ക് മഖ്സൂദുകൾക്കുള്ള ഹുക്കുമാണല്ലോ ഉള്ളത് എന്നതുകൊണ്ട്. കാല, ആ ബാള് പറഞ്ഞു, യൽജമു മിൻഹു വുജൂബുഹ, അപ്പറഞ്ഞാൽ വാജിബാകും ആ ഖിത്ബ വാജിബാകൽ. ഇതാ ഔജബൽ നിക്കാഹ, നിക്കാഹ് നമ്മൾ നിർബന്ധമാക്കുകയാണെങ്കിൽ. എന്നാൽ വഹുവ മുസ്തബഅദുൻ, അത് വളരെ ബഈദായി കണക്കാക്കപ്പെടുന്ന ഒരാശയമല്ലേ എന്നും ആ ബാള് പറഞ്ഞു. എന്നാൽ വലാ ബൂദ ഫീഹി, അതിൽ ബൂദില്ല. ഇതാ സുല്ലിമ, അംഗീകരിച്ച് കൊടുക്കപ്പെടുകയാണെങ്കിൽ. കൗലുഹ വസീലത്തിൽ, അത് വസീലയാണ്, ഖിത്ബ നിക്കാഹിന്റെ വസീലയാണ് എന്ന കാര്യം അംഗീകരിച്ച് കൊടുക്കുകയാണെങ്കിൽ. നിക്കാഹ് നിർബന്ധമാണ് എന്ന് പറയുന്നിടത്ത് ഈ ഖിത്ബയും നിർബന്ധമാണ് എന്ന് പറയുന്നതിൽ ബോധമൊന്നുമില്ല. ഒമിൻ സമ്മ കാന തസ്രീഹും ബികറാഹത്തി ഖിത്ബത്തിൽ മുഹരിം, ഈ കാരണത്തിന് വേണ്ടി അസ്ഹാബിന്റെ വ്യക്തമാക്കലായി. എന്തുകൊണ്ട്? ബി കറാഹത്തി ഖിത്ബത്തിൽ മുഹരിമി, ഇഹ്റാമിലുള്ളവർ വിവാഹം ആലോചിക്കൽ കറാഹത്താണ്. മാ ഹുർമത്തി നിക്കാഹിഹി, എന്തോടുകൂടെ? അയാൾ വിവാഹം കഴിക്കൽ ഹറാമാകലോടുകൂടെ. മഹല്ലുഹു, അതിൻ്റെ മഹല് ഹൈസു ലം യഖ്തുബുഹ ലിയൻകിഹഹാ മഅൽ ഇഹ്റാം, അവളെ അവൻ വിവാഹം ആലോചിക്കാത്തിടത്താണ് ഇഹ്റാമോട് കൂടെ അവളെ വിവാഹം കഴിക്കാൻ വേണ്ടി. ഇഹ്റാമോട് കൂടെ അവളെ വിവാഹം കഴിക്കാൻ വേണ്ടി ആലോചിക്കുകയാണെങ്കിലോ വയില്ല, അങ്ങനെ ആലോചിക്കുകയാണെങ്കിൽ ഹറമത്ത് ഹറാമാകും എന്ന് പറഞ്ഞു. വക്കതായുക്കാലു, ഇങ്ങനെ പറയപ്പെടാം, ഫീ ഖുത്ബത്തിൽ ഹലാൽ, ഇഹ്റാമിൽ ഉള്ള ആളല്ലാത്ത ആള്. ഫീ ഖിത്ബത്തിൽ ഹലാലി, ഇഹ്റാമിൽ ഉള്ള ആളല്ലാത്ത ആള് വിവാഹം ആലോചിക്കുന്നത്. ലിൽ മുഹരിമത്തി, മുഹരിമത്ത്, ഇഹ്റാമിലുള്ള സ്ത്രീയെ വിവാഹം ആലോചിക്കുമ്പോൾ അവിടെ എന്തായി? അത് ഇഹ്റാമിൽ വിവാഹം കഴിക്കാൻ വേണ്ടിയാണെങ്കിൽ ഹറാമാണ്, അല്ല ഇഹ്റാം കഴിഞ്ഞ ശേഷം വിവാഹം കഴിക്കാൻ വേണ്ടിയാണ് കറാഹത്താണ്. അപ്പോൾ ഫാറക്കത്ത്, ഈ മുഹരിമത്ത് പിരിഞ്ഞു. അൽ മുഅത്തദത്ത, ഇരിക്കുന്ന പെണ്ണിനോട്. എന്നാൽ ഇരിക്കുന്ന പെണ്ണിനെ വിവാഹം ആലോചിക്കാൻ പാടില്ല, ഇതിൽ ഹറാം. ഇഹ്റാമിലുള്ള പെണ്ണിനെ ഇഹ്റാമിലാകുമ്പോൾ വിവാഹം ആലോചിക്കൽ ഹറാമില്ല. അതെന്താണ്? അത് വലിയ തവഖുഫിൽ ഇൻഖിദാഇ അലാ ഇഖ്ബാരി, ആ ഇദ്ദ അവസാനിക്കൽ അവൾ അറിയിക്കലിൻ്റെ മേൽ നിൽക്കുന്നതിന് വേണ്ടിയാണ്. അല്ലത് എങ്ങനെയുള്ള ഇഖ്ബാറാണ്? കത്തക്ദിബു ഫീഹി, ചിലപ്പോൾ അവൾ അതിൽ കള്ളം പറഞ്ഞേക്കാം.
ബിഖിലാഫിൽ ഇഹ്റാമി ഇഹ്റാമിന് മാറുകൊണ്ട് അസിൽ ഫൈന തഹല്ലുല മിൻഹു ആ ഇഹ്റാമിൽ നിന്നുള്ള തഹല്ലുൽ ലാ തവഖഫു അലാ ഇഖ്ബാരിഹ അവൾ അറിയിക്കലിൻ്റെ മേൽ തവഖഫാകുന്നില്ല. അപ്പോൾ ഇന്ത്യയിലുള്ള പെണ്ണ് ചിലപ്പോൾ അവളവിടെ ഇന്ത്യ അവസാനിച്ചു എന്നൊരു ചിലപ്പോൾ അവളെ വാക്കുകൊണ്ടാണ് തിരിയുക. അപ്പോൾ അവളെ ആ സമയത്ത് വിവാഹം ആലോചിച്ചാൽ വിവാഹം നടക്കാൻ വേണ്ടി അവളൊരു പക്ഷേ കഴിയാത്ത ഇന്ത്യ കഴിഞ്ഞു എന്ന് അറിയിച്ചാലോ അങ്ങനെയുള്ളൊരു കളവിലേക്ക് അത് എത്തിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ്. എന്നാൽ ഇഹ്റാമിൻ്റെ വിഷയം അങ്ങനെയല്ല. അത് ഇഹ്റാമിൽ നിന്ന് തഹല്ലുലാകൽ അവൾ അറിയിക്കലിൻ്റെ മേൽ തവഖഫാകുന്ന വിഷയമല്ല. അല്ലാതെയും അതറിയാൻ പറ്റും. വഖദ് യുഖാലു ചിലപ്പോൾ പറയപ്പെടാം ഇൻ ഉരീദ ബിഹ അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെട്ടു ഖിത്ബത്ത് കൊണ്ട് ഉദ്ദേശിക്കപ്പെട്ടു മുജറദുൽ ഇൽത്തിമാസ് വെറും വിവാഹം തേടൽ മാത്രം, വിവാഹത്തെ ആവശ്യപ്പെടൽ മാത്രം. കാനത്ത് ഹീനയിതിൽ അപ്പോൾ അതാകും വസീലത്തിൽ നിക്കാഹി നിക്കാഹിൻ്റെ വസീലയാണ്. അപ്പോൾ വിവാഹത്തെ ആവശ്യപ്പെടുകയാണെങ്കിൽ ഖിത്ബ എന്ന് പറഞ്ഞാൽ വിവാഹം ആവശ്യപ്പെടുക എന്ന മാനാക്കാണെങ്കിൽ എന്താകും അത് നിക്കാഹിൻ്റെ വസീലയാണെന്ന് പറയാം. അങ്ങനെ ആകുമ്പോൾ ഫല്യക്കുൽ ഹുക്കുമുഹ ഹുക്കുമഹു അപ്പോൾ ആ ഖിത്ബൻ്റെ ഹുക്കുമ് ആ നിക്കാഹിൻ്റെ ഹുക്കുമാകട്ടെ ആകും. മിൻ നദ്ബിൻ നദ്ബ് നാലും വഗൈരിഹി അതല്ലാത്തതിനാലും ഹത്തൽ വുജൂബി അങ്ങനെ വുജൂബും ഉൾപ്പെടെ. അല്ലെങ്കിൽ അവൽ കൈഫിയത്തിൽ മഖ്സൂസത്തും അല്ലെങ്കിൽ പ്രത്യേകമായ രൂപം. ഈ ഖിത്ബ എന്ന് പറഞ്ഞാൽ പ്രത്യേകമായ ഈ ഖിത്ബ എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേകമായ രൂപത്തിൽ പോയുള്ള വിവാഹാഭ്യർത്ഥനയാണ്. അതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെങ്കിലോ അതായത് ഔലിയായിഹ ആ പെണ്ണിൻ്റെ വലിജികളെ കൊണ്ട് ചെല്ലുക. എന്തോടുകൂടെ മാൽ ഖുത്തുബത്ത് ഖുത്തുബയോടുകൂടെ ഈ ഖിത്ബക്ക് വേണ്ടി ചെല്ലുക. അവിടെ ഒരു ഖുത്തുബ നിർവഹിച്ച് ഹംദ് സലാത്ത് ഷഹാദത്ത് തഖ്വല്ലാഹുള്ള വസിയ്യത്ത് ഒക്കെയുള്ള ഖുത്തുബ ആ ഖുത്തുബയോടുകൂടെ അങ്ങനെ ചെന്നിട്ട് വിഷയം ആവശ്യപ്പെടുക. ആ ഒരു മാനാക്കാണെങ്കിൽ ഫഹിയ അത് സുന്നത്തും അത് സുന്നത്താണ് മുത്തലക്ക് നിരുപാധികം. അതായത് നിക്കാഹ് സുന്നത്തായാലും അല്ലെങ്കിലുമൊക്കെ നിക്കാഹ് വാജിബാണെങ്കിലും അല്ലെങ്കിലുമൊക്കെ അത് സുന്നത്താണ്. അപ്പോൾ ഫത്തിയാവ് അന്ന വസിയത്തിൽ നിക്കാഹി അപ്പോൾ അത് ആ പറയപ്പെട്ട പ്രത്യേകമായ ഈ രൂപത്തിലുള്ള ഖിത്ബ അത് നിക്കാഹിൻ്റെ വസീലയാണ് എന്നുള്ള വാദം. വാന്നലിൽ വസായിലി ഹുക്കുമുൽ മഖാസിദി ഈ വസീലകൾക്കൊക്കെ മഖാസിദിൻ്റെ ഹുക്കുമുണ്ട് എന്ന വാദവും മംനൂ അത് തടയപ്പെടും, സ്വീകരിക്കപ്പെടുന്നതല്ല. ബി ഇത്ലാഖ് അതിൻ്റെ ഇത്ലാഖോടുകൂടെ നിരുപാധികമായ നിരക്ക് ലി അദമി സിദ്ഖി ഹദ്ദിൽ വസീലത്തി അലിഹ ഈ വസീല ഇവിടെ തരീഫ് ഹദ് ഇതിൻ്റെ പേരിൽ സാദിഖാകാത്തതിന് വേണ്ടി. ഇത് കാരണം അൻ നിക്കാഹു ലാ തവഖഫു അലിഹ നിക്കാഹ് ഈ പറയപ്പെട്ട ഖിത്ബത്തിൻ്റെ മേൽ നിൽക്കുന്നില്ല. ബി ഇത്ലാഖ് അതിൻ്റെ ഇത്ലാഖോടുകൂടെ ഈ പറഞ്ഞ പ്രത്യേക രൂപത്തിൽ പോയി സമീപിച്ച് ആവശ്യപ്പെടുന്ന അതിൻ്റെ മേൽ തന്നെ അത് നിൽക്കുന്നില്ല. ഇത് കാരണം കസീറമായ ഖൗബി ദൂരിഹ നിക്കാഹുകളിൽ വളരെ കൂടുതലാശയിൽ ഈ ഖൗ നിക്കാഹ് സംഭവിക്കുന്നു ബിദൂനിഹ ഈ പറഞ്ഞ പ്രത്യേക ആകൃതിയിലുള്ള ഖിത്ബ കൂടാതെ. പ്രത്യേകിച്ചിപ്പോൾ അമുസ്ലിങ്ങളായ ആളുകളൊക്കെ പന്താക്കി അവർക്ക് വിവാഹം നടത്തുന്നത് അവർക്ക് ഈ പറഞ്ഞ ഖുത്ബ ഉൾപ്പെടെയുള്ള ഖിത്ബുണ്ടോ അതില്ല. വഖറജ ബിൽ ഖലിയത്തി ഖലിയത്ത് എന്ന് പറഞ്ഞതുകൊണ്ട് ഒഴിവായി അൽ മുസവ്വജത്ത് വിവാഹിതയായ പെണ്ണ്. ഫതഹറമു ഖിത്ബത്തുഹ വിവാഹത്തിലുള്ള പെണ്ണിനെ വിവാഹം അഭ്യർത്ഥിക്കൽ ഹറാമാണ്. തസ്രീഹായ നിലക്കും തരുന്ന നിലക്കും കമാമറ മുമ്പ് കഴിഞ്ഞു പോയതുപോലെ. അതേപോലെ വൽ മുഅ്തദത്തായ പെണ്ണും ഇതുകൊണ്ട് ഒഴിവായി. ലാക്കിൻ ലമ്മാ കാന ഫിഹ തഫ്സീൽ എങ്കിലും ആ മുഅ്തദത്തിൻ്റെ കാര്യത്തിൽ ചില തഫ്സീൽ ഉണ്ടായതുകൊണ്ട് ദക്കറഹു ബിഖൗലിഹി
അതിനെ മുസല്ലിഫിൻ്റെ ഈ വാക്കുകൊണ്ട് ആ കാര്യം വിശദീകരിച്ചു.